കൊല്ലാട EMS പഠനകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കമ്പല്ലൂർ കൊല്ലാട EMS പഠനകേന്ദ്രത്തിൽ നടന്ന വിജ്ഞാന സദസ്സ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി ഉദ്ഘാടനം ചെയ്തു. ഒരു ഇന്ത്യ വരണമെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എല്ലാ കാര്യങ്ങളും കിട്ടണമെങ്കിൽ നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ പറഞ്ഞത് ഈ ജാതി വ്യവസ്ഥ ഇന്ത്യക്കകത്ത് ഇല്ലാതാകും. അതിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തണം. ബാലഗംഗാധര തിലകനെ പോലെ ബാലഗംഗാധര തിലകന്റെ മകൻ ജാതി വ്യവസ്ഥക്കെതിരായ പോരാട്ടത്തിലൊക്കെ മുൻകൈ നിന്ന് പ്രവർത്തിച്ചു വന്ന അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്ത ആളാണ് ബാലഗംഗാധരൻ ആ തിലകന്റെ മകൻ. ഇതിനെതിരായ പോരാട്ടമൊക്കെ സംഘടിപ്പിച്ച ആളാണ്. ആ ജാതി വ്യവസ്ഥ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നാണ് കുഴപ്പങ്ങളെന്നാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ വർണ്ണാശ്രമ ധർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി വ്യവസ്ഥ. പറഞ്ഞില്ലേ വർണ്ണാശ്രമ ധർമ്മം എന്താ? ബ്രാഹ്മണന് ഏറ്റവും വലിയ നേരെ ബ്രാഹ്മണന്റെ കണ്ണട്ടാണ്. രാവണൻ, ക്ഷത്രൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണ്യസ്യ മുഖമാസി ബാഹുരാജന്യകൃത ഊരുദാസ്യ വൈശ്യ പദത്വം ശൂദ്ര അജായതാണ്. വിരാട പുരുഷന്റെ മഹാവിഷ്ണുവിന്റെ മുഖത്തിൽ നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി. ബ്രാഹ്മണ്യസ്യ മുഖമാസി ബാഹുരാജന്യകൃത, രാജാവ് യുദ്ധം ചെയ്യുന്ന ഭരണാധികാരം ബാഹുക്കളിൽ നിന്നാണ് രാജാവ് ഉണ്ടായത്. ഉരുക്കൽ നിന്ന് വൈശ്യൻ, കൃഷിയൊക്കെ ചെയ്യുന്നതാണല്ലേ വൈശ്യൻ. ഉരുക്കൽ നിന്ന് വൈശ്യൻ ഉണ്ടായി. പദത്വം ശൂദ്ര അജായത, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. അതിന്റെ താഴെയുണ്ടാണ് പഞ്ചമൻ. അല്ലേ? പട്ടിയുടെ, പൂച്ചയുടെ, എലിയുടെ, തവളയുടെ ഈ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യനായിട്ട് പോലും പരിഗണിക്കപ്പെടാത്ത ആളാണ്. ഈ ജാതി വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്ന ഈ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കണം. സ്വാതന്ത്ര്യം അതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് എത്തണം എങ്കിൽ ഇങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ഭരണഘടനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്ത നമ്മുടെ അംബേദ്കർക്ക് അതാണ്. അംബേദ്കറുടെ കാര്യം ഒരു പരിധിവരെ അതിനകത്ത് യോജിപ്പിച്ച് നടപടിക്ക് കൊണ്ടുപോകാനൊക്കെ നാട്ടിൽ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക്കിന് വേണ്ടി ആ ഭരണഘടന പ്രത്യേകം എന്താ? അത് മുമ്പത്തെ പബ്ലിക് എങ്ങനെ നോക്കണം? ഈ ജാതി വ്യവസ്ഥ ഇതുപോലുള്ള അടിമത്വമൊക്കെ നിന്ന സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഭരണഘടന വന്ന് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നിയമം കിട്ടുന്ന ആ ഭരണഘടന പബ്ലിക്കിന് വേണ്ടി റിപ്പബ്ലിക്കിന് വേണ്ടി രണ്ടാമത് ആ റിപ്പബ്ലിക്കാണ്. അതിന്റെ 75 വർഷമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലൈബ്രറി കൗൺസിൽ, നമ്മുടെ കേരളത്തിലെ ലൈബ്രറി കൗൺസിൽ അതിന്റെ പ്രവർത്തനമൊക്കെ സംഘടിക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ രാജ്യത്ത് ഭയങ്കരമായ പുരോഗതിയിലേക്ക് പുതിയ ഭരണമൊക്കെ വന്നോ, പുതിയ ഭരണത്തിലൊക്കെ നിൽക്കുന്നവർ ഈ വ്യവസ്ഥ അങ്ങനെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുക അല്ലേ? ഇപ്പം ഒരു MP പറഞ്ഞല്ലോ, കേന്ദ്രമന്ത്രി, അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം. ആരാ? സുരേഷ് ഗോപി. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് ഗോപിയുടെ മറ്റേ സിനിമ, മറ്റേ ഭരത് ചന്ദ്രന്റെ വാക്കോ കൊച്ചെ കേട്ട എനിക്ക് കൂട്ടി വൃത്തിയോളം പറഞ്ഞ ആളാവില്ലേ കേട്ടോ. ഏതാ? എനിക്ക് ബ്രാഹ്മണൻ നല്ല ബ്രാഹ്മണന്മാരുണ്ട്. EMS ബ്രാഹ്മണനല്ലായിരുന്നോ? EMS വായനശാലയുടെ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂരിപ്പാട് എന്ന് പറയുന്ന ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂരിപ്പാട് തന്റെ കഴുത്തിലുള്ള പൂനൂര്, ആ പൂനൂര് വലിയ പൂനൂരിലൊക്കെ തമ്പുരാനെന്നൊക്കെ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൂനൂര് വെറുതെ പോലും ഇട്ടാൽ പവറായി നിൽക്കുന്ന ഒരു കാലത്ത് ആ പൂനൂര് വലിച്ചും പൊട്ടിച്ചു. എന്നിട്ട് അത് കത്തിച്ചു. എന്നിട്ട് അതിന്റെ ചാരം എടുത്തിട്ട് അന്നത്തെ ഏറ്റവും വലിയ പ്രമാണിയായ ചെറുമുക്ക് വൈദ്യൻ എന്ന് പറഞ്ഞ അയച്ചു കൊടുത്തല്ലോ. ചെറുത്തില്ലേ അയച്ചു കൊടുത്ത പൂനൂര് മോശമായിട്ടല്ല. ആ പൂനൂര് ഇവിടെ മറ്റാളുകളെ അടിച്ചമർത്താനുള്ള അതിന്റെ ഭാഗമാണ്. ഈസ്റ്റളേരി പഞ്ചായത്ത് അംഗം NV ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. P ജിതേഷ് വിഷയാവതരണം നടത്തി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം PD വിനോദ് ആശംസാ പ്രസംഗം നടത്തി. വായനശാല സെക്രട്ടറി KV രവി സ്വാഗതം പറഞ്ഞു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.